അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഹംപിയിൽ നിന്ന് ദന്തേലിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എല്ലാവരും നല്ല അടിച്ച് പൊളിക്കുന്നുണ്ട്. രാത്രി യാത്ര തിരിച്ച് ഞങ്ങൾ രാവിലെയാണ് ദന്തേലിയിൽ എത്തിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റൂമിൽ പോലും കയറാതെ ഞങ്ങൾ നേരെ പോയത് വാട്ടർ ആക്ടിവിറ്റീസിലേക്കായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാന്നുള്ള ആവശ്യത്തിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് ഈ സാഹസിക യാത്രയാണ്. പാവം ഷായിലേനെ നിതിനും ഫാസിനും മുന്നിലും ബാക്കിൽ നിന്ന് പേടി പെടുത്തായിരുന്നു. അവർക്ക് നല്ല പേടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. ഞങ്ങളെക്കാൾ ആവേശം ടീച്ചേഴ്സിനായിരുന്നു. അവർ ഞങ്ങളെക്കാൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കയാക്കിങ്ങിന് ശേഷം ക്രാഫ്റ്റ് ബോട്ടിംഗ് ആയിരുന്നു. ഇതിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ അത്ര പേടിയില്ലായിരുന്നു എല്ലാവർക്കും. ഇതിന് ശേഷമുള്ള അടിപൊളി റൈറ്റ് ആയിരുന്നു. ഇതിലെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വാട്ടർ സോർഫിങ്ങിൽ ഒരുപാട് കോമഡി ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് തള്ളണം എന്ന് പോലും അറിയാതെ ഒരുപാട് പേര് അതിൽ വീണ് പെട്ടുപോയിട്ടുണ്ട്. ഇതിൽ കൂടെ നിന്ന് മനഃപൂർവ്വം തള്ളിയിട്ടവരാണ് കൂടുതൽ പേരും. വാട്ടർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ തമാശകളൊന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ഇവിടെ. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാത്ത രാത്രിത്തെ ഇരുടും കാരണമൊക്കെയാണ്. രാത്രിയാണെങ്കിലും ഞങ്ങൾ റിസോർട്ടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ 2 പൂളുണ്ടായിരുന്നു. അതിൽ വലിയ പൂള് ഞങ്ങൾ ഗേൾസ് അത്യാവശ്യം പേരുള്ളതുകൊണ്ട് ഞങ്ങൾ അതെടുത്തു. ചെറിയ പൂള് ബോയ്സിന് കൊടുത്തത് അവർക്ക് അത്ര പിടിച്ചില്ലായിരുന്നു. ഇവിടെ ഒരു മിനി പാർക്ക് പോലെയാണ്. ഞങ്ങളിൽ പലരും അത് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളെ പൂളിൽ ചാടലും ചെറിയ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റെയിൻ ഡാൻസിലേക്ക് വന്നു. അവിടെ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഡാൻസ് കളിക്കാനറിയാത്ത ടീച്ചേഴ്സിനെ പോലെ ഞങ്ങൾ വെറുതെ വിട്ടില്ല. അവരെയും ഞങ്ങൾ ഡാൻസ് കളിപ്പിച്ചു. അങ്ങനെ ദന്തേലിയിലെ യാത്രയും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഗോവയിലേക്കാണ്. ദന്തേലിയിലെ വിശേഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഗോവയിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.